ജി ടി എഡ്യൂക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട്, അപ്പോൾ നമുക്കറിയാം ഓണം എക്സാംസ് നടക്കുകയാണ്. ഓണ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള ഒരു ജനറൽ ടോപ്പിക്കിനെ കുറിച്ചാണ് ഏറ്റവും ഷോർട്ടായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ മുൻപത്തൊക്കെ പഴയ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പരീക്ഷ എന്ന് പറയുമ്പോൾ അതിൻ്റെ തലേ ദിവസമെങ്കിൽ കൂടി കുട്ടികൾ ആ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഒന്ന് നോക്കുകയും എന്തൊക്കെയാണ് നോട്ട്സൊക്കെ എടുത്തൊന്ന് പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് പരീക്ഷകൾ എളുപ്പമാണെന്നുള്ള ധാരണയിൽ എന്തോന്ന് അറിയില്ല, തലേ ദിവസം പോലും നാളെ നടക്കുന്ന പരീക്ഷ ഏതാണെന്നോ അല്ലെങ്കിൽ അതിനെ എങ്ങനെ പഠിക്കണമെന്നോ ചെയ്യാതെ കുറച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അത് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രവണതയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ ടെക്സ്റ്റ് ബുക്കാണ് ആ കുട്ടിയുടെ ഒരു ബൈബിൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആധികാരികമായുള്ള ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രത്യേകിച്ചും ഭാഷാ വിഷയങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് ക്ലാസ്സിലെടുക്കുന്നതിൻ്റെ ഒപ്പം ഡെയിലി വായിക്കുക. ഇതുപോലെ പരീക്ഷയുടെ തലേദിവസം ഈ ടെക്സ്റ്റ് ബുക്ക് വായിച്ചതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുക. ചോദ്യങ്ങൾ പുറത്തുനിന്ന് വരുന്നതാണെങ്കിൽ കൂടി ഈ വാക്കുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ഈ ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും വരിക. അപ്പോൾ പരീക്ഷ എന്ന് പറയുന്നത് വെറുതെ പരീക്ഷയിൽ മാർക്ക് വാങ്ങിക്കുക മാത്രമല്ല അതിൻ്റെ ലക്ഷ്യം. ജീവിതത്തിൽ നമ്മൾ നേരിടാൻ പോകുന്ന പരീക്ഷകളെ സമർത്ഥമായി അതിജീവിക്കാനുള്ള കഴിവ് കുട്ടികളിൽ ഉണ്ടാവണം അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ഒരു ഇതിലായിരിക്കാം വിദ്യാഭ്യാസത്തിൻ്റെ കരിക്കുലം കമ്മിറ്റിയും ഒക്കെ ആ പരീക്ഷകളും ടെക്സ്റ്റ് ബുക്കൊക്കെ തയ്യാറാക്കുന്നതെന്നാണ് അതിൻ്റെ ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ തലേദിവസം എങ്കിൽ കൂടി ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ച് എന്തൊക്കെയാണ് അതിലുള്ളത് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ഏത് ചോദ്യം വന്നാലും എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും, ഇതിനോടൊപ്പം മാതൃകാ ചോദ്യങ്ങളും കൂടി കൃത്യമായി ചെയ്ത് 2, 3, 4 പ്രാവശ്യം സമയത്തിനനുസരിച്ച് ആവർത്തിച്ച് ആ കാര്യങ്ങളെ പഠിച്ച് നമ്മുടെ മനസ്സിൽ നിർത്തുവാനും അല്ലെങ്കിൽ മെമ്മറിയിൽ നിർത്തുവാനും ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി, ചോദ്യം എന്താണെങ്കിൽ ചോദ്യത്തിനനുസരിച്ച് വേണം ഉത്തരം എഴുതുവാൻ. ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഉത്തരം കൃത്യമായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അവിടെയാണ് നോളജ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥതലങ്ങൾ നമുക്കുണ്ടാകും. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ആവശ്യമുള്ള സിറ്റുവേഷൻസിൽ കൃത്യമായി ഉപയോഗിക്കുവാൻ ഈ പരീക്ഷകളിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കഴിയട്ടെ. അങ്ങനെ ജീവിതത്തിലെ പരീക്ഷകളെ സമർത്ഥമായി നേരിടുവാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. ഇത് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റു വീഡിയോയുമായി നമുക്ക് അതുവരെ കാണുന്നവരെ ബൈ. അപ്പോൾ നന്ദി, നമസ്കാരം.